അമാന ജ്വല്ലറി ഗ്രൂപ്പ് ഉടമ ഇപ്പോൾ നമ്മൾ ഈ ശബ്ദ സന്ദേശം കേട്ട റഫീഖ് കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയാണ്. കഴിഞ്ഞ വർഷം കരിപ്പൂർ വിമാനത്താവളം വഴിയാണ് സ്വർണം കടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നു. അരുൺ ശങ്കർ, വളരെ കൃത്യമായി റഫീഖ് ഇക്കാര്യം തള്ളുന്നു എന്ന് മാത്രമല്ല, മുബഷീറും ഫൈസലും ചെറൽ ഫൈസലും തമ്മിൽ സാമ്പത്തിക ഇടപാട് മൂലമുള്ള തർക്കമാണ് ഇതിന് കാരണമെന്നും വളരെ വ്യക്തമായി പറയുകയാണ്. ആളിനെ അറിയുകയില്ല, സ്വർണ്ണക്കടത്തുമായി ബന്ധമില്ല എന്ന് ചിരിച്ചു തള്ളുമ്പോഴും ഇത്ര കൃത്യമായി അതെങ്ങനെയാണ് നിരീക്ഷിക്കാനാവുക? തീർച്ചയായിട്ടും റഫീഖ് ഇപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ തള്ളിക്കളയുകയാണ്. പക്ഷേ റഫീഖ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തുള്ള ഒരു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി കൂടിയാണ്. അക്കാര്യം അദ്ദേഹം മറച്ചു വെച്ചുകൊണ്ടാണ് തങ്ങൾക്ക് ഈ സ്വർണ്ണക്കടത്തിൽ ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുന്നത്. സ്വർണ്ണക്കടത്ത് ആ ഗ്രൂപ്പ് നടത്തുന്നില്ലെങ്കിൽ പോലും റഫീഖ് സ്വർണ്ണക്കടത്തിന്റെ ഭാഗമായിട്ടുണ്ടെന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്, ആ കേസിൽ നിന്ന് വ്യക്തമാകുന്നത്. 2023 ഒക്ടോബറിലാണ് റഫീഖ് ഒന്നാം പ്രതിയായ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അത് വളരെ പ്രമാദമായ ഒരു കേസാണ്. കരിപ്പൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും CRPF ഉദ്യോഗസ്ഥരും പങ്കാളിയായ ഒരു സംഘം സ്വർണ്ണക്കടത്ത് നടത്തിയിരുന്നു. 60 തവണയോളം ഈ സംഘം സ്വർണ്ണക്കടത്ത് നടത്തിയെന്നുള്ളതായിരുന്നു അന്നത്തെ പോലീസിന്റെ കണ്ടെത്തൽ. ആ സംഘം സ്വർണം കടത്തിയത് റഫീഖിന് വേണ്ടിയിട്ടാണ് എന്നതാണ് പോലീസ് കണ്ടെത്തിയത്. അതിൽ ഒന്നാം പ്രതിയാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് റഫീഖ് മാത്രമല്ല, അമാന ഗ്രൂപ്പിന്റെ ചെയർമാനായ ഇക്ബാൽ അമാനയും ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ രാമനാട്ടുകര കേസിൽ തന്നെ ഇക്ബാൽ അമാനയുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ കസ്റ്റംസ് നൽകിയ ഷോക്കോസ് നോട്ടീസിൽ ഇക്ബാൽ അമാന ജ്വല്ലറി എന്ന് പറഞ്ഞാണ് പേര് പറയുന്നത്. പക്ഷേ ഈ ഇയാളുടെ വെയറബൌട്ട്സ് അറിയില്ല, എവിടെയാണ് ഇയാൾ ഉള്ളതെന്ന് അറിയില്ല എന്നും ഷോക്കോസ് നോട്ടീസിൽ പറയുന്നുണ്ട്. അപ്പോൾ അന്വേഷണ സംഘം അല്ലെങ്കിൽ ഏജൻസികളുടെ മുമ്പിൽ ഈ ആളുകളുടെ പേരുകൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു സംഘടിത അല്ലെങ്കിൽ ഒരു സംഘമായി ഇവർ പ്രവർത്തിക്കുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു അന്വേഷണം ഏജൻസികളുടെ ഭാഗത്തു നിന്ന് പോയിട്ടില്ല. അതാണ് ഇനി വേണ്ടത്. അങ്ങനെ ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ അമർച്ച ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് അമർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ സ്വർണ്ണ കടത്ത്, വിമാനത്താവളങ്ങൾ വഴി നടക്കുന്ന സ്വർണ്ണക്കടത്തുകളെ വലിയ പരിധിവരെ തടയാൻ കഴിയും. അത് സംസ്ഥാനത്തിന്റെ ഖജനാവ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഖജനാവിന് അത് മുതൽക്കൂട്ടാവുകയും ചെയ്യും. അരുൺ ശങ്കർ, നമ്മൾ ഇത്രയൊക്കെ പറയുമ്പോഴും പ്രധാനപ്പെട്ടവരിലേക്ക് അന്വേഷണം എത്താത്ത തരത്തിൽ ആരോ ഇതിനിടയിൽ പ്രവർത്തിച്ചു എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുമ്പോൾ, വളരെ സീരിയസ് ആയ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇനി ഇതിൽ എന്ത് അന്വേഷണമാണ് നടത്തുക? ഒരു പുനരന്വേഷണം രാമനാട്ടുകര കേസിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ വിമാനത്താവളങ്ങൾ വഴി നടക്കുന്ന സ്വർണ്ണക്കടത്തിന് പിന്നിൽ വലിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു വെളിപ്പെടുത്തലുമുണ്ട്. അപ്പോൾ അക്കാര്യത്തിലും ഒരു അന്വേഷണം വേണ്ടിവരും. അത് സംസ്ഥാന ഏജൻസി നടത്തണോ അതോ കേന്ദ്ര ഏജൻസി നടത്തണോ എന്നുള്ള ഒരു വിഷയമുണ്ട്. കേന്ദ്ര ഏജൻസി ആയിരിക്കും ഇക്കാര്യത്തിൽ ഉത്തമം. കാരണം ഇത് വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘമാണ്. അപ്പോൾ അവിടെ അന്വേഷണം പോകുന്നതിനും അവിടെ നിന്ന് തെളിവുകൾ കളക്ട് ചെയ്യുന്നതിനും ഒക്കെ തന്നെ കേന്ദ്ര ഏജൻസി ആയിരിക്കും ഉത്തമം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശക്തമായ അന്വേഷണം വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഉള്ള ഇടപെടലാണ് ഇനി വേണ്ടത്. എന്തായാലും നമ്മൾ ഈ വെളിപ്പെടുത്തലുകളും അതോടൊപ്പം തന്നെ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചു കഴിഞ്ഞു. ഇനി ഇക്കാര്യത്തിൽ സർക്കാരുകളാണ് തീരുമാനമെടുക്കേണ്ടത്. കോടതികൾക്ക് ഇടപെടാനുള്ള അവസരവും ഉണ്ടാകും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും കേരളത്തിലെ സ്വർണ്ണക്കടത്തിന്റെ പിന്നാമ്പുറങ്ങളിലെ വലിയ രഹസ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം രാമനാട്ടുകരയിലെ ആ വാഹന അപകടവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള 5 പേരുടെ മരണവുമാണ്. അതിലും പുനരന്വേഷണം വേണമെന്നുള്ള ആവശ്യം കുടുംബം ഉന്നയിച്ചു കഴിഞ്ഞു. അക്കാര്യത്തിലും അന്വേഷണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുടുംബം. കാരണം അവർക്ക് നീതി ഇതുവരെ ലഭിച്ചിട്ടില്ല. 3 വർഷം കഴിഞ്ഞിട്ടും കുറ്റപത്രം പോലും സമർപ്പിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് വളരെ നിഗൂഢമായ സമാന്തരമായ ഒരു സ്വർണ്ണക്കടത്ത് സംഘം വളരെ സജീവമായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവാണ് മാതൃഭൂമി ന്യൂസ് രാവിലെ മുതൽ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ, പലരുടെയും പ്രതികരണങ്ങളൊക്കെ പ്രേക്ഷകർക്ക് മുന്നിൽ മാതൃഭൂമി ന്യൂസ് വയ്ക്കുകയുണ്ടായി. തുടർന്ന് സർക്കാർ ഇതിൽ എന്ത് അന്വേഷണമാണ് നടത്തുന്നത് എന്നാണ് നോക്കിക്കാണേണ്ടത്. രാമനാട്ടുകര സംഭവത്തിലും ആ അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിലുമൊക്കെ എന്താണ് ഇനി ചെയ്യുന്നത് എന്നതും നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. അരുൺ ശങ്കറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.